ഗാനമേളയ്ക്ക് പ്രതികാരം നാളെ ചെയ്താൽ മതി. സംഭവം കോമഡിയായിരുന്നെങ്കിലും ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അമ്മയോട് ടാറ്റയും പറഞ്ഞ് നേരെ പോകുന്നത് മുല്ലൂരുള്ള കൃഷ്ണ ഓഡിയോസിലേക്കാണ്. ഇന്ന് അവരുടെ വണ്ടിയും കൊണ്ട് നമുക്കൊരു പ്രോഗ്രാം ഓട്ടമാണ് പോകേണ്ടത്. അവിടെ ചെന്നപ്പോൾ തന്നെ വണ്ടിയിൽ സാധനം ഫുള്ള് ലോഡാക്കി നിർത്തിയിട്ടുണ്ട്. ഒരാൾ കൂടെ എത്താനുണ്ടായതുകൊണ്ട് കുറച്ച് നേരം അവന് വേണ്ടിയുള്ള കാത്തിരിപ്പായി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ഗാനമേള അല്ല DJ പ്രോഗ്രാമാണ്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അവനെത്തി. അവനെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. ചിരിയും കളിയായി നമ്മളിന്ന് നേരെ പോകുന്നത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആക്കുളത്തേക്കാണ്. ഗേറ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് അകത്തേക്ക് പ്രവേശിച്ചു. വണ്ടി സേഫായിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നേരെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ എത്തിയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് രാവിലെ ഹാപ്പി ആയിട്ട് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു എന്തോ പണി വരാൻ പോവുകയാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചത്. സ്റ്റേജിന്റെ അടുത്ത് വണ്ടി പോകില്ല. ഇവിടെ നിന്ന് കുറെ ദൂരം ചമക്കാവുണ്ട് സാധനങ്ങൾ. ഇനി അങ്ങോട്ട് എന്തെന്ന് ഒരുത്തം ഫോണിലും വേറൊരുത്തം മരത്തിന്റെ മൂട്ടിലും ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ട്രോളി കിട്ടിയതോടെ വണ്ടിയിലിരുന്ന സാധനങ്ങൾ മൊത്തം അൺലോഡ് ചെയ്ത് ട്രോളിയിലേക്ക് ലോഡ് ചെയ്യാൻ തുടങ്ങി. ട്രോളിയിലുള്ള സാധനങ്ങളെല്ലാം സ്റ്റേജിൽ എത്തിച്ച ശേഷം നേരെ പോയത് ഉച്ചഭക്ഷണം കഴിക്കാനാണ്. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെയായിരുന്നു ഇന്നത്തെ ഉച്ചഭക്ഷണം. ചോറും കഴിച്ച് നേരെ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ചേർന്ന് ആമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ച സ്ഥിതിക്ക് ഇനി നമ്മുടെ അടുത്ത പണി ചെയിൻ ബ്ലോക്ക് ഇട്ട് ഹാങ്ങിങ് കയറ്റുക എന്നുള്ളത്. നല്ല മഴയായിരുന്നെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് പ്രോഗ്രാമിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. രാവിലെ ഇവരുടെ തന്നെ ഒരു പ്രോഗ്രാം ഓട്ടം അങ്കമാലിക്കുള്ളതുകൊണ്ട് DJ കാണാൻ നിൽക്കാതെ ഞാൻ നേരെ പോയത് കിടന്നുറങ്ങാനാണ്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവർ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. അവരെയും കയറ്റി തിരികെ നേരെ കടയിലേക്ക് പോകുന്നു. 5 മണിക്ക് അങ്കമാലിക്ക് പോകാനുള്ളതുകൊണ്ട് വീട്ടിൽ പോയി ഫ്രഷ് ആയി പെട്ടെന്ന് തിരിച്ചു വന്നു. തിരുവനന്തപുരം സ്വരസാഗരയുടെ ഗാനമേളയ്ക്ക് സൗണ്ട് ചെയ്യാനാണ് നമ്മൾ ഇന്ന് അങ്കമാലിക്ക് പോകുന്നത്. അപ്പോൾ അങ്കമാലി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.